ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ എടാ, ഞാനേ എസ്റ്റേറ്റിലെ കണക്കുകളാ എല്ലാം ഒന്ന് ടാലി ചെയ്യായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോ എല്ലാം കറക്റ്റ് ആയിരിക്കണമല്ലോ. അതെ, നോക്ക്, ഓഫീസ് കാര്യങ്ങൾ ഓഫീസിലും വീട്ടുകാര്യങ്ങൾ വീട്ടിലും. ഇനി മുതല് അങ്ങനെ മതി. എന്താ ഏട്ടാ ഇത്? എത്ര ദിവസം കഴിഞ്ഞിട്ട് ഏട്ട വന്നത്? ഒന്ന് പുറത്തിറങ്ങാനും ഒന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ ഏട്ടത്തിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഏട്ടനത് ചോദിച്ചോ? അത് പിന്നെ ആ, എല്ലാ ജോലിയും തീർത്തിട്ട് സമയം ബാക്കിയുണ്ടെങ്കിലും മാത്രം അത് കുടുംബത്തിന് വേണ്ടിയെന്ന് ചിന്തിച്ചാലേ ഏട്ടന്റെ ജീവിതം ഒരിടത്തും എത്താൻ പോകുന്നില്ല. ഈ കണക്കുകൾക്കൊക്കെ ഏട്ടൻ എത്ര പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ അതുപോലെ ഏട്ടന്റെ കുടുംബജീവിതത്തിനും പ്രാധാന്യം കൽപ്പിക്കണം. കൃത്യമായിട്ടൊരു സമയം അതിനുവേണ്ടി നീക്കി വെക്കുകയും വേണം. ആ, ഉദാഹരണത്തിന് ഇപ്പൊ പുറത്തൊന്നും പോണ്ട. ആ, ദേ തുടങ്ങി. ഒന്നും മിണ്ടായിരിക്കാൻ പറ്റോ? ഏട്ടാ, ഏട്ടൻ എഴുന്നേറ്റൊന്ന് റെഡിയായി ഏട്ടത്തെയും കൂട്ടി പുറത്തു പോകും. ഏട്ടത്തെ എവിടെയൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചാ അവിടെയൊക്കെ കൊണ്ടുപോകും. ഇത് കണ്ടോ, സത്യത്തില് ഏട്ടത്തി എന്തുമാത്രം ദ്രോഹങ്ങൾ രാധയോട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏട്ടത്തിയുടെ ജീവിതം സന്തോഷമുള്ളതാക്കാൻ വേണ്ടി രാധയെ ശ്രമിക്കുന്ന കണ്ടില്ലേ? എനിക്ക് അതിശയാ തോന്നുന്നത്. ഒരു അതിശയവും തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഏട്ടത്തെ പോലും മാറ്റി നിർത്തി അമ്മ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. അപ്പോ ഈ കുടുംബത്തിലെ കുറച്ചുപേര് മാത്രം സന്തോഷിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും സന്തോഷം കിട്ടണ്ടേ? എന്നാലല്ലേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. ഏട്ടാ, ഏട്ടൻ നല്ല മനുഷ്യനാ. ആ നന്മ ഏട്ടത്തിയുടെ മുന്നിലൊന്ന് പ്രദർശിപ്പിക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതെ, മതി മതി, ഇതൊക്കെ അങ്ങ് മടക്കി വെച്ചേ. എടാ, ഇനിയും തർക്കിച്ച ഞാൻ ഇതെല്ലാം കൂടെ എടുത്ത് വലിച്ചെറിയും. ഇന്നിനി നോ അക്കൗണ്ടിങ്, നോ ഓഫീസ് ജോബ്സ്, ഓൺലി കംപ്ലീറ്റ് റിലാക്സേഷൻ. നോക്ക്, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി പോകും മിസ്റ്റർ. ഓക്കെ, ആയിക്കോട്ടെ. എന്റെ അനിയനും അനിയത്തിയും പറഞ്ഞിട്ട് ഇനി അത് കേട്ടില്ല എന്നുണ്ട. അങ്ങനൊന്നും വേണ്ട. ഏട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയാ മതി. എല്ലാം ശരിയാവും ഏട്ടാ. നിങ്ങൾ പരസ്പരം ഇനി നല്ലത് മാത്രമേ പറയൂ. എനിക്ക് ഉറപ്പുണ്ട്. ആ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പെണ്ണിനെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇന്നലെ ഓഫീസിൽ വെച്ച് ഒരു സ്റ്റാഫ് വരുണിനെ ഒരുപാട് പുകഴ്ത്തിന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവരോട് വരുൺ എന്താ പറഞ്ഞേ? കൂടുതല് പെയിന്റ് അടിക്കണ്ടെന്ന്. ആ, അതന്നെ എനിക്കും പറയാനുള്ളത്. കൂടുതൽ പെയിന്റ് അടിക്കണ്ട ഏട്ടാ. ഇതിങ്ങനെ പലതും പറയും. ഏട്ടൻ ചെല്ലേ. ഓക്കെ, തൽക്കാലം കണക്കുകൾക്ക് വിടാം. ഇനി ഓൺലി ജീവിതം. ഓക്കെ, ആ, നല്ല തീരുമാനം.